ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ മാസം നമ്മൾ ഷെപ്പേർഡിങ് മൂപ്പന്മാർ എന്നുള്ള കൃപാവരമാണ് ആരംഭിച്ചത്. അതിൻ്റെ ഒരു നല്ലൊരു പങ്ക് നമ്മൾ തീർത്തതാണ്. എന്നാൽ ഈ ഒരു സെഷനിൽ രണ്ട് വിഷയങ്ങളാണ് അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട രണ്ട് ടൈറ്റിൽസ് ആണ് ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ആപ്ലിക്കേഷൻസ് റിസൾട്ടിങ് ഫ്രം ദി ആക്ട് ഓഫ് ഷെപ്പേർഡിങ് ദാറ്റ് എൽഡേഴ്സ് ഡു. ഒന്നാമതായിട്ട്, മൂപ്പന്മാർ ചെയ്യുന്ന ഇടയ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലുള്ള പ്രായോഗികമാക്കേണ്ട ചില കാര്യങ്ങൾ, അത് ഒന്നാമതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. രണ്ട്, ഡ്യൂട്ടീസ് ഓഫ് എ ലേ പേഴ്സൺ ഇൻ റിഗാർഡ് ടു ആൻ എൽഡർ. മൂപ്പന്മാരെന്നുള്ള വിഷയത്തെപ്പറ്റി ഞാൻ സംസാരിക്കുമ്പോൾ മൂപ്പന്മാരുടെ മാത്രം ഉത്തരവാദിത്തങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. സഭയ്ക്ക് മൂപ്പന്മാരുടെ എന്ത് ഉത്തരവാദിത്തമാണ് ഉള്ളത് എന്നും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ നമുക്ക് ചുരുക്കമായിട്ട് ഈ ഒരു വചന ശുശ്രൂഷയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാം. ആപ്ലിക്കേഷൻസ് റിസൾട്ടിങ് ഫ്രം ദി ആക്ട് ഓഫ് ഷെപ്പേർഡിങ് ദാറ്റ് ദി എൽഡേഴ്സ് ഡു. 1. Elders should know that there are many non-core jobs that an elder does, and the Lord's Supper distribution is one such non-core job. അതായത് പല മൂപ്പന്മാരും ഇന്ന് അറിയേണ്ട ഒരു വസ്തുത, ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ള കാതലായിട്ടുള്ള ശുശ്രൂഷകൾ അല്ലാത്ത പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അതിലൊരു ശുശ്രൂഷയാണ് കർത്തൃമേശ ശുശ്രൂഷ. പല സഭകളിലും, പ്രത്യേകിച്ച് വലിയ സഭകളിലും ആരാണ് കർത്തൃമേശ കൈകാര്യം ചെയ്യുന്നത്? കൂടുതലായിട്ട് മൂപ്പന്മാരാണ്. ഓക്കെ. എന്നാൽ ബൈബിളിൽ എവിടെയും ഇത് മൂപ്പന്മാരുടെ ശുശ്രൂഷയാണെന്ന് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. മൂപ്പന്മാരുടെ മെയിൻ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? വചനം പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യണം, അതിൽ അധ്വാനിക്കണം. അതാണ് അവരുടെ മെയിൻ കാര്യം. 2, പരിപാലനം. അതായത് തെറ്റിപ്പോകുന്ന ആൾക്കാരുടെ പിന്നാലെ പോയി അവരെ നേർവഴിക്ക് നടത്തി തിരികെ കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്തം ഇതുപോലുള്ള ആൾക്കാർക്കുണ്ട്. പിന്നെ സഭയ്ക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്തം. ഇതാണ് ഒരു മൂപ്പനെ സംബന്ധിച്ചിടത്തോളം കോർ ജോബ്സ്, കേന്ദ്രമായിട്ടുള്ള വേലകൾ. എന്നാൽ പല സഭകളിലും പലപ്പോഴും ചില വാഗ്വാദങ്ങൾ നടക്കുന്നതും തർക്കങ്ങൾ നടക്കുന്നതും കർത്തൃമേശ ആര് കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ്. ഒരു പരിധിവരെ കോവിഡ് അതിനൊരു പരിഹാരം കണ്ടെത്തി. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കോവിഡിന് മുമ്പുള്ള ആ കാലഘട്ടത്ത് പല സഭകളിലെ മൂപ്പന്മാർ യുവാക്കന്മാരെ ഈ ഒരു ഭാഗത്തേക്ക് അടുപ്പിക്കത്തില്ലായിരുന്നു. പിന്നീട് കോവിഡ് വന്ന് 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് മീറ്റിങ്ങിന് വരാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ ബൈ ഡീഫോൾട്ട് എന്താ സംഭവിച്ചത്? അതിൽ താഴെയുള്ള പ്രായമുള്ള ആൾക്കാർക്ക് ഇതിലേക്ക് വരേണ്ടി വന്നു. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിമിത്തം സഭയിൽ വരുന്ന യുവാക്കന്മാർക്ക് എന്താണ് ധാരണ? മൂപ്പന്മാരുടെ ജോലി എന്ന് പറയുമ്പോൾ എന്താണ് അവരുടെ ധാരണ? ഇത് മാത്രമാണ് അവർ കാണുന്നത് മാത്രമേ അവരുടെ മനസ്സിൽ പതിയത്തുള്ളൂ. ഞാൻ സൺഡേ സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 9ാം ക്ലാസ്സിൽ ബൈബിളും സഭയും അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നമ്മളുടെ സൺഡേ സ്കൂൾ ടോപ്പിക്സിൽ വരുന്നത്. അതിൽ സഭയിൽ എൽഡേഴ്സ് ആൻഡ് ഡീക്കൺസ് എന്നുള്ള സെക്ഷനിൽ വന്നപ്പോൾ ക്ലാസ്സിൽ ഞങ്ങളെ ശരിക്കും പഠിപ്പിച്ചതാണ്. ഒരു മൂപ്പൻ്റെ ജോലി വചനം പഠിപ്പിക്കുക എന്നുള്ളതും പ്രാർത്ഥനയിൽ ജാഗരിക്കേണ്ടതാണെന്നുള്ളതും എല്ലാം വ്യക്തമായിട്ട് തിയറിറ്റിക്കലി ഞങ്ങളെ പഠിപ്പിച്ചതാണ്. എന്നിട്ടും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റുഡൻറ്റ് സൺഡേ സ്കൂളിൽ എക്സാം വന്നപ്പോൾ എന്താണ് മൂപ്പൻ്റെ ജോലി എന്ന് ചോദിച്ചപ്പോൾ എന്താണ് അവൻ എഴുതിയത്? അപ്പം മുറിക്കുന്നതും പാനപാത്രം കൊടുക്കുന്നതും. ഞാൻ പറഞ്ഞത്, കണ്ട സത്യങ്ങൾ മനസ്സിൽ ആഴത്തിൽ പതിയും. ഇത് എത്ര തിരുത്തം നോക്കിയാലും അത് മാറത്തുമില്ല. ഇന്നും അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സഭകളിൽ അതാണ് പലരുടെയും ചിന്ത. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയ സഭയിൽ
നമുക്ക് വേറെ ഓപ്ഷനില്ല. ചിലപ്പോൾ ഒരാൾ തന്നെയായിരിക്കാം അതെല്ലാം ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ താരതമ്യേന വലിയ സഭകളിൽ ഇത് വിട്ടുകൊടുക്കത്തില്ല. തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഇതുപോലുള്ള നോൺ കോർ ജോബ്സ് വിട്ടുകൊടുക്കത്തില്ല. അവരുടെ ഇതിൽ നിന്നെന്തോ അധികാരം പോകുന്ന പോലെയാണ് അവർക്കുള്ള ധാരണ. When non-core jobs takes away the elders' focus from their core jobs like teaching and shepherding, they must delegate these non-core jobs to others. വചനം പഠിപ്പിക്കുകയും പരിപാലനം ചെയ്യുകയും ചെയ്യുന്ന ഈ കേന്ദ്രമായിട്ടുള്ള ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഇവരുടെ ശ്രദ്ധയെ ഈ പറഞ്ഞ മറ്റ് ശുശ്രൂഷകൾ മാറ്റുന്നുണ്ടെങ്കിൽ മൂപ്പന്മാർ എന്താണ് ചെയ്യേണ്ടത്? ഈ അവർക്ക് പ്രാധാന്യമല്ലാത്ത മറ്റ് ജോലികൾ മറ്റുള്ള ആൾക്കാരെ ഭരമേൽപ്പിക്കണം. അതുവഴി ഇവർക്ക് ഈ കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു തത്വം. ഈ തത്വം നമുക്ക് ലഭിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 6-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലാണ്. അവിടുത്തെ സന്ദർഭം യവന ഭാഷ സംസാരിക്കുന്ന വിധവമാരും എബ്രായ ഭാഷ സംസാരിക്കുന്ന വിധവമാർ, അല്ലെങ്കിൽ ഈ രണ്ട് കൂട്ടരും തമ്മിലൊരു തർക്കമുണ്ടായി ദൈനംദിനമായിട്ടുള്ള ഈ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ. ഓക്കെ, എന്താണ് തർക്കം? ഈ യവന ഭാഷ സംസാരിക്കുന്ന വിധവന്മാർക്ക് വേണ്ടത്ര ശ്രദ്ധ കിട്ടുന്നില്ല. 6-ാമത്തെ അധ്യായം വരെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേതൃത്വം കൊടുക്കുന്നത് അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുന്നത് അപ്പോസ്തലന്മാരാണ്. 3-ാമത്തെ 4-ാമത്തെ അധ്യായത്തിൽ പ്രത്യേകിച്ച് പല ആൾക്കാരും അവരുടെ നിലങ്ങളും സ്ഥലങ്ങളും എല്ലാം വിറ്റ് അതിൻ്റെ പൈസ എല്ലാം അപ്പോസ്തലന്മാരുടെ കാൽക്കീഴിൽ വെച്ചു. അവരത് ആവശ്യമുള്ളവർക്ക് വീതിച്ചു കൊടുത്തു. അപ്പോൾ വചനം പഠിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ പല കാര്യങ്ങളും ഇവരുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, 4-ാമത്തെ അധ്യായത്തിലൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം ഒരു 3000-4000 പേരായി. 4-ാമത്തെ അധ്യായപ്പോഴത്തേക്കും 5000 പേരാവുന്നു. അപ്പോൾ സഭ വളരും തോറും ഇവരുടെ ഉത്തരവാദിത്തങ്ങൾ പിന്നെയും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുമുള്ള കാര്യം എന്താ? ശ്രദ്ധ കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ ശ്രദ്ധ കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ അവിടെ എവിടെയും ചില മുറിമുറുപ്പുകൾ ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ പെന്തക്കോസ്ത് നാളിന് മുമ്പ് യഹൂദ മതത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് യവന ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാർക്ക് ഒരു ആരാധനാലയം, എബ്രായ ഭാഷ സംസാരിക്കുന്ന ആൾക്കാർക്ക് വേറൊരു ആരാധനാലയം. കാര്യം അവർ ഒരേ വിശ്വാസമാണെങ്കിലും ഭാഷയുടെ കാര്യത്തിൽ എപ്പോഴും ഒരു അകൽച്ചയുണ്ട്. പക്ഷേ ആ അകൽച്ച മാറിയത് എപ്പോഴാണ്? സുവിശേഷ നിമിത്തം. പെന്തക്കോസ്ത് നാളിന് ശേഷം ഈ രണ്ട് കൂട്ടരും ഒരു സദസ്സായിട്ട് തന്നെയാണ് ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുന്നത്. സുവിശേഷം ഈ രണ്ട് കൂട്ടരെയും ഒന്നിപ്പിച്ചു. ഇപ്പോൾ ആ ഒരു ഒരുമ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കി, അപ്പോസ്തലന്മാർ അതൊക്കെ അവിടെ കിടക്കും, ഞങ്ങളുടെ ഈ പണി ചെയ്തുകൊണ്ടിരുന്ന പണി ഇനിയും ഇങ്ങനെ തുടരും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കും? ഈ നേരത്തെ ഉണ്ടായിരുന്ന ഈ തീപ്പൊരി പിന്നീടൊരു വലിയൊരു അഗ്നിഗോളമായി മാറും. സാത്താൻ എപ്പോഴും അങ്ങനെയാണല്ലോ, സഭ ഭിന്നിപ്പിക്കാനാണ് സാത്താൻ നോക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ ഇത് വലിയൊരു ഇഷ്യൂ അല്ലാന്ന് തോന്നിക്കുമെങ്കിലും ഒരു സഭയെ രണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ആണിത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ ഈ 12 അപ്പോസ്തലന്മാർ ആ സമയത്ത് മൂപ്പന്മാരുടെ ജോലിയാണ് ചെയ്യുന്നത്. അവർ ശിഷ്യന്മാരുടെ ആ സദസ്സിനെ വിളിച്ചു കൂട്ടിയിട്ട് എന്താണ് 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്? ഒന്ന് വായിച്ചേ, അപ്പോസ്തല പ്രവൃത്തി 6:2. ദൈവജനത്തെ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് മേശയിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ലെന്ന് പറയുമ്പോൾ ഇതല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. കർത്തമേശ അല്ല, ഭക്ഷണം വീതിച്ചു കൊടുക്കുന്ന കാര്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് മറ്റേത് മോശമാണെന്നാണോ? ഈ ഭക്ഷണം വീതിച്ചു കൊടുക്കുന്നത് മോശം പരിപാടിയൊന്നുമല്ല. പക്ഷേ മുൻഗണന, മൂപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം മുൻഗണന, പ്രയോറിറ്റി വചനം പ്രസംഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് അപ്പോസ്തലന്മാർ ഇങ്ങനൊരു നിർദ്ദേശം കൊടുത്തു: സഹോദരന്മാർ, നിങ്ങൾ തന്നെ 7 പേരെ സെലക്ട് ചെയ്യുക.
ഇവിടെയാണ് നമ്മൾ സഭയിലെ ആദ്യത്തെ ഡീക്കൺസ് എന്ന ഗ്രൂപ്പിനെ ശുശ്രൂഷകന്മാരെ നമ്മൾ കാണുന്നത്. 7 പേരെ സെലക്ട് ചെയ്യുക. പക്ഷെ അവരുടെ യോഗ്യതകൾ എന്തൊക്കെയായിരിക്കണം? 3-ാമത്തെ വാക്യം നോക്കിയേ. ഓക്കെ, മതി. അപ്പോൾ ഈ 7 പേര് തിരഞ്ഞെടുക്കുന്നത് ഈ യവന ഭാഷ സംസാരിക്കുന്ന വിധവന്മാരുടെ ടേക്ക് കെയർ ചെയ്യാൻ ഈ 7 പേര് മതി. അതുകൊണ്ടാണ് 7 പേര് എടുത്താൽ മതി എന്ന് പറയുന്നത്. അവരുടെ യോഗ്യതകൾ നല്ല സാക്ഷ്യമുള്ള ആത്മാവിലും ജ്ഞാനത്തിലും നിറഞ്ഞവരായിരിക്കണം. അങ്ങനെ അവരുടെ കയ്യിലേക്ക് ഈ കാര്യങ്ങൾ ഭരമേൽപ്പിച്ച് ഞങ്ങൾ എന്ത് ചെയ്യും? 4-ാമത്തെ വാക്യം. അവരവരുടെ ഫോക്കസ് അതിന് പ്രയോറിറ്റി കൊടുത്തു, പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും. എന്നിട്ട് ഇവർ തിരഞ്ഞെടുത്ത 7 പേരെയും അപ്പോസ്തലന്മാരുടെ മുമ്പാകെ കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരെ പ്രാർത്ഥിച്ച് കൈവച്ച് ഈ കാര്യം അവരുടെ കയ്യിൽ പരിമേൽപ്പിച്ചു. എന്നിട്ട് അതിൻ്റെ എഫക്റ്റ് എന്താണ്? 7-ാമത്തെ വാക്യം നോക്കിയേ. അപ്പോൾ ഇവരുടെ ജോലി, ഇവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ആ ജോലി അതിൽ ഫോക്കസ് ചെയ്തപ്പോൾ സഭ ഒന്നിച്ചു എന്ന് മാത്രമല്ല, അത് വളരുകയും ചെയ്തു. നേരെ മറിച്ച് ഇവരിത് ചെയ്യാതിരുന്നെങ്കിലോ ഈ ഒരു സഭ 2 ആവും, സുവിശേഷത്തിൻ്റെ പ്രസക്തി ഇല്ലാണ്ടാവും. കാരണം എന്താ? യേശുവിൻ്റെ സന്ദേശം വരുന്നതിന് മുമ്പ് ഇവർ 2 കൂട്ടർ, യേശുവിൻ്റെ സന്ദേശം വന്നു കഴിഞ്ഞിട്ടും 2 കൂട്ടർ. പിന്നെ എന്താണ് ഈ മെസ്സേജിൻ്റെ പ്രത്യേകത? അതിനെയും കൂടി കണക്കിലെടുത്തിട്ടാണ് ഇവരിതെല്ലാം ചെയ്യുന്നത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? പുരോഹിതന്മാരും എന്ത് ചെയ്യുന്നു? വിശ്വാസത്തിലേക്ക് വരുന്നു. അവരെന്തുകൊണ്ടാണ് വരുന്നതെന്നറിയോ? അവർ നേരത്തെ വിശ്വസിച്ചിരുന്ന ആ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ആ മതം, അതിൽ ഈ 2 കൂട്ടരും ഒരു മനപ്പെട്ടല്ല ഇരുന്നിരുന്നത്. പക്ഷെ ഇവിടെ ആ ഒരു യൂണിറ്റി അവർക്ക് കാണാൻ സാധിച്ചു. ഓക്കെ, അതാണ് ഇന്ന് ചെയ്യേണ്ടത്. ഇന്ന് വലിയ സഭകളിൽ മൂപ്പന്മാർ ചെയ്യേണ്ട ഉത്തരവാദിത്വം, മെയിനായിട്ട് ഇന്നത്തെ കാലത്ത് വേണ്ടിയ ഉത്തരവാദിത്വം, അവരുടെ നോൺ കോർ ജോബ്സ്, സഭയിലെ അനൗൺസ്മെൻ്റ് ആയിക്കോളട്ടെ, അല്ലെങ്കിൽ പാട്ട് ലീഡ് ചെയ്യുന്നതായിക്കോളട്ടെ, അല്ലെങ്കിൽ കർത്തൃമേശ എടുക്കുന്നതായിക്കോളട്ടെ, അല്ലെങ്കിൽ ഫൈനാൻസിൻ്റെ കാര്യത്തിൽ, ഇതെല്ലാം കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽക്കും തോറും അവർക്ക് അവരുടെ ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ട് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ കൂടുതൽ പേരെ പ്രാപ്തരാക്കുവാനും സഭ വളരുവാനും അത് ഇടയാവും. അതാണെന്ന് പലരും ചെയ്യാത്തത്. എന്തുകൊണ്ടാണ്? അവരുടെ സ്ഥാനം, അതിൻ്റെ മഹത്വം കുറഞ്ഞു പോകുന്നുള്ളതാണ്. See where it is going wrong. It's a really bad thing. ഓക്കെ, അതാണ് ഒന്നാമതായിട്ട് ഇടയന്മാർ ചെയ്യേണ്ട ഒരു കാര്യം. 2, the work of an elder is to be sought after because of the dignity and the responsibility involved in it, not because of the remuneration that one gets. ഒരു മൂപ്പനാകാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരു തെറ്റായ കാര്യമല്ല. പക്ഷേ ആ ആഗ്രഹം ആ ഒരു ശുശ്രൂഷയോടുള്ള ബന്ധപ്പെട്ട് നിൽക്കുന്ന മാനവും ഉത്തരവാദിത്വം ആയിരിക്കണം ആ വ്യക്തിയുടെ ആകർഷണം. അല്ലാതെ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ കിട്ടുന്ന സാമ്പത്തികത്തെ ഉന്നമിച്ചുകൊണ്ടല്ല ഒരു വ്യക്തി ഇതിൻ്റെ പിറകെ പോകേണ്ടത്. ഇതുകൊണ്ടാണ് മൂപ്പനാകാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ ഒരു ലക്ഷണം ദ്രവ്യാഗ്രഹി ആകരുതെന്നുള്ളതാണ്. ഹി ഷുഡ് നോട്ട് ബി എ ലവർ ഓഫ് മണി. കാരണം ഈ ഒരു ജോലി, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, ഇതൊരു ഫുൾ ടൈം ജോലിയാണ്. ഇറ്റ് ഈസ് എ പെയ്ഡ് ജോബ് ബൈ ദ ചർച്ച്. നമ്മളുടെ സഭകളിൽ ഇതൊന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല. കാലകാലങ്ങളിലായിട്ട് എങ്ങനെയൊക്കെയല്ലേ പോകുന്നത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തിരുവെഴുത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഇതാണ് പറയുന്നത്. ബിബ്ലിക്കൽ എൽഡേഴ്സ് ആർ പെയ്ഡ് സ്റ്റാഫ് ഇൻ ദ ചർച്ച്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മൂപ്പന്മാർ സഭയാൽ പുലർത്തപ്പെടുന്ന ഒരു കൂട്ടരാണ്. ആ പ്രിൻസിപ്പിളിൽ നിന്ന് നമ്മൾ എപ്പോൾ മാറിയിട്ടുണ്ടോ അപ്പോഴൊക്കെ സഭയ്ക്ക് വേണ്ടത്ര കരുതലും പരിപാലനവും കിട്ടിയിട്ടില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇതുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിലും, ഒരു ജോലിയോട് കൂടിയിട്ട് മൂപ്പൻ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളും ഇത് പൂർണ്ണസമയം ചെയ്യുന്ന ഒരാളും തമ്മിലുള്ള വ്യത്യാസവും എഫക്റ്റീവ്നെസ്സും ഞാൻ പറയാം.
ജോലിയോട് കൂടിയിട്ട് മൂപ്പൻ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. അതിൽ 7 മണിക്കൂർ ഉറങ്ങിയാലായി, ഉറക്കം കിട്ടിയാൽ 7 മണിക്കൂർ കിട്ടിയാലായി. പിന്നെ ബാക്കി വരുന്ന എത്ര മണിക്കൂറാണ്? 17 മണിക്കൂർ. അതിൽ ജോലിക്ക് പോകേണ്ടത് എത്ര മണിക്കൂറാണ്? ജോലി സമയം എത്ര? 8 മണിക്കൂർ. യാത്ര ടൈം കൂടെ ചേർത്താൽ 10. 10. ഈ ബ്ലോക്കൊന്നും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ പിന്നെ ഓക്കെ, ഒരു 10 മണിക്കൂർ കൂട്ടിക്കും. 10 മണിക്കൂർ ജോലി, 7 മണിക്കൂർ ഉറക്കം, ബാക്കി 7 മണിക്കൂർ ഉണ്ട്. ഈ 7 മണിക്കൂറിനുള്ളിൽ വീട്ടിൻ്റെ ഷോപ്പിംഗ് ചെയ്യണം, പിള്ളേരുടെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, പിന്നെ സ്വന്തം കാര്യം നോക്കണം, സ്വന്തമായിട്ട് ബൈബിൾ വായിക്കണം, വചനം പഠിക്കണം, മെസ്സേജ് ഉണ്ടാക്കണം, പിന്നെ മറ്റുള്ളവരെ പരിപാലിക്കാൻ എവിടെ സമയം? കൂടിപ്പോയി 1 മണിക്കൂർ കിട്ടും. അതാണ് ഒരു ആവറേജ് സെക്യുലർ ജോബോട് കൂടിയിട്ട് ചെയ്യുന്ന ഒരാളുടെ വെല്ലുവിളി. നേരെ മറിച്ച് പൂർണ്ണസമയം ഒരു മൂപ്പനായിട്ടിരിക്കുന്ന ഒരാളുടെ കാര്യം നോക്കിക്കേ. നേരത്തെ പറഞ്ഞ ആ ജോലിയോട് കൂട്ടിയുള്ള 10 മണിക്കൂർ ഫുൾ ഇതിനായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിക്ക് ഒരു മെസ്സേജ് ഉണ്ടാക്കുവാനും ബൈബിൾ പഠിപ്പിക്കുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകൾ ചെയ്യാനും ഫുൾ സമയം കിട്ടുന്നുണ്ട്. ആൾക്കാരെ കാണുവാനുമുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിലാരായിരിക്കും കൂടുതൽ എഫക്റ്റീവായിട്ട് ചെയ്യുന്നത്? ജോലിയോട് കൂടിയിട്ട് ചെയ്യുന്ന ആൾ ഒരു 10 വർഷം കൊണ്ട് ചെയ്യുന്ന ജോലി ഇദ്ദേഹം 1 വർഷം കൊണ്ട് ചെയ്യും, അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് ചെയ്യും. ഇതാണ് ഇതിലെ വ്യത്യാസം. ഇത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതുകൊണ്ടാണ് സഭയ്ക്ക് ഒരു ക്ഷീണമായിരിക്കുന്നൊരവസ്ഥ നമ്മളുടെ സഭകളിൽ നിന്നുള്ളത്. ഓക്കെ, ഞാനിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം ഇതാണ്. ഒരു വ്യക്തി മൂപ്പൻ സ്ഥാനം ആഗ്രഹിക്കുമ്പോൾ ഇന്ന് ചിലപ്പോൾ പൈസ ആയിരിക്കത്തില്ല അറ്റൻഷൻ. എന്നുവെച്ചാൽ ഇതൊരു പെയ്ഡ് ജോബ്, ഇന്ന് നമ്മുടെ സഭകളിൽ ഇതൊരു പെയ്ഡ് ജോബ് അല്ലാത്തതുകൊണ്ട് പൈസ ഒരിക്കലും ആയിരിക്കത്തില്ല അറ്റൻഷൻ. പക്ഷേ എല്ലാവരുടെയും ബഹുമാനവും എല്ലാവരുടെയും ശ്രദ്ധയും എവിടെ ചെന്നാലും ഒരു പരിഗണനയും. ഇപ്പോൾ ഈ സഭയിൽ നിന്നൊരു കല്യാണം നടന്നാൽ ഈ മൂപ്പൻ എവിടെ ഇരിക്കും? കല്യാണ ശുശ്രൂഷ ആയിരിക്കുമ്പോൾ താഴെയാണോ സ്റ്റേജിലാണോ? സ്റ്റേജിലിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഇരുത്താൻ കൊണ്ട് ആഗ്രഹിക്കും. അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഈ മൂപ്പൻ സ്ഥാനത്തിനോട് ഇഷ്ടം തോന്നാൻ പല ആൾക്കാർക്കും കാരണം. പക്ഷേ എത്ര പേര് ഈ ഉത്തരവാദിത്വം സ്നേഹിച്ച് ഇതിനിറങ്ങി പുറപ്പെടുന്നുണ്ട്? വചനം പഠിക്കുന്നതും ഒരു പാഷനായിട്ടുള്ള എത്ര പേരുണ്ട്? ആൾക്കാരുടെ ജീവിതത്തിൽ അവരെ കൗൺസിൽ ചെയ്യാനും ഒരു ആത്മഭാരമുള്ള മൂപ്പന്മാരിൽ എത്ര പേരുണ്ട്? നേരെ മറിച്ച് മറ്റ് പല അട്രാക്ഷൻസുമാണ് ഇന്ന് പലരെയും ഭരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് സ്ട്രിക്ട്ലി അൺബിബ്ലിക്കൽ. ബൈബിളിന് വിരോധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് പലരും ചെയ്യുന്നത്. മൂന്നാമതായിട്ട്, നോയിങ് ദ മാർക്സ് ഓഫ് എൻ എൽഡർ, വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് human charisma or eloquence or financial and societal status are not the criteria or yardstick to recognize someone whom the Holy Spirit has appointed as elders. ഒരു മൂപ്പൻ്റെ ലക്ഷണങ്ങൾ 1 തിമോഥെയോസ് 3 തീത്തോസിൻ്റെ 1 നമ്മൾ കണ്ടതാണ്. അത് അറിഞ്ഞതിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിയുടെ വ്യക്തിപ്രഭാവവും വാക്ചാതുര്യവും സാമ്പത്തിക സ്ഥിതിയും സമൂഹത്തിലുള്ള ഉന്നത സ്ഥാനവും ഇതൊന്നുമല്ല ഒരു വ്യക്തിയെ മൂപ്പനാക്കാനുള്ള മാനദണ്ഡങ്ങൾ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ മൂപ്പനാക്കുമ്പോൾ ആ വ്യക്തിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കാനല്ല നമ്മളെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നത്. A person can be poor, or maybe someone who does a blue collar job, or he might be well to do and educated. ഇങ്ങനെ ആത്മാവ് തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ പാവപ്പെട്ട ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബ്ലൂ കോളർ ജോബ് ചെയ്യുന്ന ഒരാളായിരിക്കാം, അതും അല്ലെങ്കിൽ നല്ല പഠിത്തം വിവരമുള്ള ഒരാളായിരിക്കാം, എന്നുവെച്ചാൽ സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളായിരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ പറയുന്ന ഈ മാനദണ്ഡങ്ങൾ മാത്രമേ നാം നോക്കാവൂ. ചിലരെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, ഒരാൾ പറയുന്നത് ഇന്ന വ്യക്തിക്ക് മൂപ്പനായിട്ടിരിക്കാനുള്ള എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. എന്നുവെച്ചാൽ പുറമേ ഉള്ള
ഈ ഒരു എന്താ പറയുക അപ്പിയറൻസ്, മീശയും താടിയില്ലാത്ത ടിപ്പ് ടോപ്പായിട്ടിരിക്കുന്ന അതാണോ ആത്യന്തികമായിട്ട് നമ്മൾ നോക്കേണ്ടത്? അതല്ല ആത്യന്തികമായിട്ട് നോക്കേണ്ടത്. അതുള്ളത് നല്ല കാര്യം തന്നെ, പക്ഷേ അത് മാത്രം നോക്കിക്കൊണ്ട് ആ വ്യക്തിക്ക് വചനം പഠിപ്പിക്കാൻ പ്രാപ്തി ഉണ്ടോ എന്നൊന്നും നോക്കാതെ കൊണ്ടിരുത്തുന്നതല്ല. ദാറ്റ്സ് നോട്ട് വാട്ട് വി ഷുഡ് ഡു. പല സ്ഥലത്തും അതാണ് ചെയ്യുന്നത്. നമ്പർ 4, an elder's behavior and attitude should look like that of our chief shepherd, Jesus Christ. He should not look like a dictator like Hitler or Mussolini. ഒരു മൂപ്പൻ്റെ സ്വഭാവവും പെരുമാറ്റവും കർത്താവിൻ്റെ സ്വഭാവത്തിൻ്റെ നേർ ചിത്രമായിട്ട് തന്നെ ആയിരിക്കണം. അല്ലാതെ ഭൂമിയിൽ കാണുന്ന ഏതെങ്കിലും ഒരു സ്വേച്ഛാധിപതിയെ പോലെ ആകരുത്. ഹിറ്റ്ലറും മുസോളിനിയും, നോർത്ത് കൊറിയയിലെ ഭരണാധികാരിയും, റഷ്യയിലെ പുട്ടിനും അവരുടെ സ്വഭാവത്തെപ്പറ്റി നമ്മൾ ആരെങ്കിലും ഡിസ്കസ് ചെയ്താൽ സ്വാഭാവികമായിട്ടും ചില സഭകളിലെ മൂപ്പന്മാരുടെ സ്വഭാവത്തേക്ക് വരും. അല്ലെങ്കിൽ നമ്മുടെ സംസാരങ്ങൾ, പൊതുവെയുള്ള സംസാരങ്ങൾ അങ്ങനെയാണല്ലോ. കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ സംസാരിച്ച് തുടങ്ങി എവിടെ അവസാനിക്കുന്നത്? സഭയിലെ രാഷ്ട്രീയത്തേക്ക് വരും. അല്ലെങ്കിൽ മറിച്ച് സഭയിലെ രാഷ്ട്രീയത്തെ പറ്റി പറഞ്ഞ് പിന്നെ കേരള രാഷ്ട്രീയത്തിലേക്ക് പോകും. വാട്ട് ഈസ് സോ കോമൺ ഇൻ ബിറ്റ്വീൻ ദീസ് ടു തിങ്സ്? ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ എന്താണ് ചേർന്ന് പോകുന്നത്? ആ നേതാക്കന്മാരുടെ അതേ സ്വഭാവം തന്നെയാണ് ഇവിടെയും. മനസ്സിലാവുന്നുണ്ടോ? അതാവരുത്. ഒരു മൂപ്പൻ്റെ സ്വഭാവം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ പോലെ ആയിരിക്കണം. അതല്ലാത്ത പക്ഷം ആ മൂപ്പൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരാളല്ല. പച്ചയ്ക്ക് ഞാൻ പറയുക, ദാറ്റ് പേഴ്സൺ ഇസ് നോട്ട് ഫ്രം ഗോഡ്, പീരിയഡ്. നമ്പർ 5, an elder must know each member of the congregation in their life and needs. ഒരു മൂപ്പൻ്റെ ഒരു ഉത്തരവാദിത്തം ആ സദസ്സിലിരിക്കുന്ന എല്ലാ ജീവിതത്തെയും ആവശ്യങ്ങളെ പറ്റി ഓരോന്നോരോന്നായിട്ട് അറിയുന്ന ഒരാളായിരിക്കണം. ചില വലിയ സഭകളിൽ പോകുമ്പോൾ ചിലപ്പോൾ തമ്മിൽ ആർക്കും അറിയത്തില്ല, മൂപ്പന്മാർക്ക് പോലും അറിയത്തില്ല ആരാണ് ഇന്ന് വന്നതും വരാതിരുന്നതെന്നുള്ളത്. ഇപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഈ സെറ്റപ്പിൽ ആര് വന്നില്ല എന്ന് നോക്കാൻ എളുപ്പമാണ്. എന്നാൽ കുറച്ചുകൂടെ വലിയ സഭയിൽ ആര് വന്നില്ല എന്നുള്ളത് പെട്ടെന്ന് തിരിച്ചറിയുവാനും എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിക്കുവാനുമുള്ള ഒരു മൈൻഡ് ഒരു മൂപ്പനുണ്ടാവണം. ഇപ്പോൾ പലപ്പോഴും പല കുടുംബങ്ങളിലും ചില പൊട്ടിത്തെറികൾ ഉണ്ടാകുമ്പോഴാണ് മൂപ്പന്മാർ അറിയുന്നത് ഇങ്ങനെ ചില തീപ്പൊരികൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ പിന്നെ മൂപ്പൻ എന്താ ചെയ്യുന്നത്? ദാറ്റ്സ് വാട്ട് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ്. നമ്പർ 6, every member of the church must have an access to their elders to discuss their spiritual issues. സഭയിലുള്ള എല്ലാ അംഗങ്ങൾക്കും അവരുടെ ആത്മീകമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂപ്പന്മാരോട് സംസാരിക്കാനുള്ള ആക്സസ് ഉണ്ടായിരിക്കണം. അതായത് ഈ മൂപ്പനെ പറ്റി 1 തിമോത്തിയോസ് 3 പറയുന്നൊരു കാര്യമുണ്ട്, അതിഥി സൽക്കാര പ്രിയനായിരിക്കണമെന്ന്. ബി ഹോസ്പിറ്റബിൾ. വീട്ടിൽ വിളിച്ച് ഫുഡ് കൊടുക്കാൻ ആർക്കും പറ്റും, എല്ലാവരും ചെയ്യുന്നതല്ലേ. കൂട്ടുകാരെ വിളിക്കും, സഭക്കാരെ വിളിക്കും. അതൊന്നും അല്ല ഇവിടെ പറയുന്ന കാര്യം. ഞാനൊരു മൂപ്പനാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് ഒരു സഭാ അംഗത്തെ ക്ഷണിക്കുമ്പോൾ ഭക്ഷണം മാത്രമല്ല ഞാനിവിടെ ഓഫർ ചെയ്യുന്ന കാര്യം. ഇറ്റ്സ് ഫെലോഷിപ്പ് ആൻഡ് എ ചാൻസ് ഫോർ ഹിം ടു ഓപ്പൺ അപ്പ് ടു മീ. അവൻ്റെ പ്രശ്നങ്ങൾ എന്നോട് തുറന്നു പറയാനുള്ള ഒരു വേദി ഒരുക്കുകയാണ് എൻ്റെ വീട്. അതാണ് ഇവിടെ ഞാൻ പറയുന്ന കാര്യം. Okay? This is why an elder must have the mark of hospitality, where believers are welcome to his home. ചില മൂപ്പന്മാർ എങ്ങനെയാണെന്നറിയോ? അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന പോലെ, അൺഅപ്രോച്ചബിൾ. നിങ്ങളുടെ ഒരു കാര്യം പോലും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യവും അങ്ങോട്ടേക്കില്ല. ഒരു കാര്യത്തെപ്പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുവാനോ സംശയം ദൂരീകരിക്കുവാനോ ഒന്നും പറയാനുള്ള സ്വാതന്ത്ര്യം അങ്ങോട്ടേക്കില്ല. റേഡിയോ പോലെ അവിടുന്ന് പറഞ്ഞത് ഇങ്ങോട്ടും കേൾക്കാൻ മാത്രമേ ഉള്ളൂ, ഇവിടുന്ന് പറയുന്ന ഒന്നും കേൾക്കാനുള്ള കവറേജ് ഒന്നുമില്ല. വിച്ച് ഇസ് അൺഫോർച്ചുനേറ്റ്. അങ്ങനെയും ചില ആൾക്കാരുണ്ട്. ബട്ട് ദാറ്റ്സ് നോട്ട് വാട്ട്
the word of God tells us. ഇതല്ല ദൈവജനം നമ്മളോട് പറയുന്ന കാര്യം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന എത്ര മൂപ്പന്മാരോടാണ് നിങ്ങൾ ഹൃദയംഗമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങളുടെ പ്രശ്നങ്ങൾ ഫുള്ളായിട്ട് പോറൗട്ട് ചെയ്ത് സംസാരിക്കാൻ നിങ്ങൾക്ക് ആരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും? ആ ട്രസ്റ്റിൻ്റെ എലമെൻ്റ് അവിടെ ഉണ്ടോ? ഓപ്പൺനെസ് അവിടെ ഉണ്ടോ? തിങ്ക് അബൌട്ട് ഇറ്റ്. ഇതൊക്കെ കൊണ്ടാണ് ആത്മീകമായിട്ട് ഉന്നമനം ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മളുടെ സഭകൾ വിട്ട് മെച്ചപ്പെട്ട സഭകളിലേക്ക് പോകുന്നത്. ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ആത്മീകമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ആൾക്കാർ സഭ തന്നെ വിട്ടിട്ട് പോകുന്നത്. ഞാനീ പറയുന്ന കാര്യം ചെറിയ കാര്യമൊന്നുമല്ല. പല സഭകളിലും നേതൃത്വം അപ്രോച്ചബിൾ അല്ലാത്തതുകൊണ്ട് മാത്രം മെമ്പേഴ്സ് പോയിട്ടുണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടിന് ദേഷ്യം കാണിക്കുന്ന നേതൃത്വം. വീടുകളിൽ പോലും മാതാപിതാക്കൾ സ്നേഹത്തോട് പെരുമാറാതിരിക്കുമ്പോൾ മക്കൾ എന്ത് ചെയ്യും? ആ സ്നേഹം വേറെ എവിടെയും കണ്ടെത്താൻ ശ്രമിക്കും. എന്നതുപോലെ തന്നെയാണ് ഇവിടെ. സഭകളിൽ നേതൃത്വം കാണിക്കേണ്ട ഒരു വാത്സല്യമുണ്ട്. അത് കാണിക്കാത്തതുകൊണ്ട് മാത്രം ചിലർ സഭകൾ വിട്ടുപോയിട്ടുണ്ട്. ആൻഡ് ദേ ഹാവ് എൻഡഡ് അപ്പ് ഇൻ ബെറ്റർ പ്ലേസസ് ദാൻ ദിസ്. നമ്മളെക്കാൾ മെച്ചപ്പെട്ട സ്ഥലങ്ങളിലേക്ക് അവർ പോയി. ആൻഡ് നമ്പർ 7, an elder must be aware of all the false philosophies and wrong doctrines that could lead the congregation away. ഒരു മൂപ്പന് 1 മൈൽ അകലെ നിന്ന് തന്നെ അറിയാം തെറ്റായിട്ടുള്ള ഒരു ഉപദേശങ്ങൾ ഇങ്ങനെ പരക്കുന്നതും തെറ്റായ സിദ്ധാന്തങ്ങൾ സഭകളിലെ അംഗങ്ങളെ ഇവിടുന്ന് ഒഴുക്കിക്കൊണ്ട് പോകാൻ തക്ക ഏത് അപകടവും നേരത്തെ തന്നെ മുൻകൂട്ടി അറിയാൻ സാധിക്കുന്ന ഒരു ശക്തി അവർക്കുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മൂപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ആപ്ലിക്കേഷൻസ് ആയിട്ടിരിക്കുന്നത്. ഇനി ഡ്യൂട്ടീസ് ഓഫ് എ ലേ പേഴ്സൺ ഇൻ റിഗാർഡ് ടു എൻ എൽഡർ. ഒരു മൂപ്പനെ സംബന്ധിച്ചിടത്തോളം സഭയുടെ ഉത്തരവാദിത്വം എന്തൊക്കെയാണ്? ഞാൻ 2-3 കാര്യങ്ങൾ മാത്രം പറയാം. 1, if you see a person who has no marks of an elder being in the office of an elder, it is not the Holy Spirit's appointment, and hence you are not required to obey and submit to such a person, because that submission will be detrimental to your souls. മൂപ്പനാകുവാൻ ഒരു ലക്ഷണവുമില്ലാത്ത ഒരാൾ മൂപ്പൻ സ്ഥാനത്ത് ഇരിക്കുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ ആ വ്യക്തിയെ ദൈവമാക്കിയതല്ലെന്ന് തന്നെ ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയോട് അനുസരണം കാണിക്കുവാനും കീഴടങ്ങുവാനും ഉള്ള ഒരു ബാധ്യതയും നിങ്ങൾക്കില്ല. അങ്ങനെ നിങ്ങൾ ആ വ്യക്തി അനുസരിച്ചാൽ നിങ്ങൾ ആ വ്യക്തിയെ പോലെ ആയിത്തീരും. നിങ്ങളുടെ പ്രാണന് തന്നെയാണ് ആപത്ത്. Second, a divinely appointed elder's job can only be effective if the church is willing to submit to the leadership as he keeps watch over your soul. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു മൂപ്പൻ്റെ ഉത്തരവാദിത്വം കാര്യക്ഷമമാകണമെങ്കിൽ സഭ ആ നേതൃത്വത്തിൻ്റെ കീഴടങ്ങണം. എങ്കിലേ ആ വ്യക്തിക്ക് ഇത് സന്തോഷത്തോടെ ചെയ്യുവാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാകത്തുള്ളൂ. പല സ്ഥലത്തും ഞാനിപ്പോൾ പറഞ്ഞ ഭൂരിഭാഗം എക്സാമ്പിൾസിലും മൂപ്പന്മാർ മോശമാണ്, സഭക്കാർ നല്ലവരാണെന്നുള്ള ഒരു സിറ്റുവേഷനാണ്. എന്നാൽ നേരെ മറിച്ച് മറ്റ് ഒരു വൈസ് വേഴ്സ നടക്കുന്നുണ്ട്. മൂപ്പന്മാർ നല്ലതാണ്, പക്ഷേ ആ മൂപ്പന്മാർക്ക് കീഴടങ്ങുവാൻ സഭയ്ക്ക് മനസ്സില്ല. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്? ഈ മൂപ്പന്മാർ അവർ കണ്ണീരോട് കൂടിയിട്ടാണത് ചെയ്യുന്നത്, വേദനയോട് കൂടിയിട്ടാണത് ചെയ്യുന്നത്. അതും പാടില്ല. ദൈവമാക്കി വെച്ച നല്ല മൂപ്പന്മാരോട് കീഴടങ്ങണം. ഇപ്പോൾ ചില ആൾക്കാർ അങ്ങനെ പെരുമാറുന്നത് ഒരുപക്ഷെ അവർ വന്ന സഭകളിൽ അങ്ങനെ ആയിരുന്നിരുന്നില്ല. അതായത് ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലിയിൽ വളർന്ന മക്കൾക്ക് ഒരു നല്ല മാതാവിനോ പിതാവിനോ കാണാൻ കിട്ടിയിട്ടില്ല. എപ്പോഴും അവരുടെ അപ്പനമ്മമാർ അടിയാണെന്നുള്ളത് അവരെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവരെന്താ വിചാരിക്കുന്നത്? എല്ലാ വീട്ടിലും
ഇതാണ്. പിന്നെ അവർ വിവാഹം ചെയ്യുമ്പോൾ അവർക്ക് അടി ഉണ്ടാക്കാനേ അറിയത്തുള്ളൂ. പക്ഷേ അതല്ലാത്ത ഒരു വീട്ടിൽ നിന്നായിരിക്കും അവരുടെ ജീവിത പങ്കാളി വന്നിട്ടുണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ ഈ സാഹചര്യം? അപ്പോൾ ആ സാഹചര്യത്തിൽ നല്ല ഒരു വ്യക്തിയെ അവർക്ക് ജീവിത പങ്കാളിയായിട്ട് കിട്ടുമ്പോൾ അതിൽ കീഴടങ്ങി ഒതുങ്ങി നിൽക്കാനായിരിക്കണം പഠിക്കേണ്ടത്. പലപ്പോഴും ഞാൻ ഈ പറഞ്ഞ സാഹചര്യം വേറെ പല സഭകളിൽ മോശം നേതൃത്വത്താൽ ജീവിതം വലഞ്ഞ ആൾക്കാർ പിന്നീട് നല്ല നേതൃത്വത്തിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ദേ ഡു നോട്ട് നോ ഹൗ ടു സബ്മിറ്റ്. കീഴടങ്ങാൻ അവർക്ക് അറിയത്തില്ല. പക്ഷേ നല്ല ഒരു നേതൃത്വം അവിടെ ഉള്ളപ്പോൾ ആ നേതൃത്വത്തിൻ്റെ കീഴിൽ സബ്മിറ്റ് ചെയ്യാനാണ് ദൈവവചനം നമ്മളോട് പറയുന്നത്. ഓക്കെ, അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. സഭകൾക്കുള്ള അല്ലെങ്കിൽ വിശ്വാസികൾക്കുള്ള ഒരു ഉത്തരവാദിത്വം, സുവിശേഷകന്മാരെ പറ്റി വീട്ടിൽ മോശപ്പെട്ട കാര്യങ്ങൾ പിള്ളേരുടെ മുമ്പ് വെച്ച് പറയാതിരിക്കുക എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ മാതാപിതാക്കൾ പാലിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയിട്ടാണ് കാര്യമാണ് മക്കളുടെ മുമ്പിൽ വെച്ച് സഭയിലെ ഒരാളുടെയും കുറ്റം പറയരുത് എന്നുള്ളത്. കാരണം നമ്മൾ വീട്ടിൽ പറയുന്ന ആ ചിന്തയായിരിക്കാം ഒരു പക്ഷേ ഇവർ പിന്നീട് ഈ വ്യക്തി കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഈ പറഞ്ഞ പോലെ നല്ല നേതൃത്വത്തിൽ ഇരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. പക്ഷേ ആ സഭയിൽ എന്താ പറയുക, അവർക്ക് കീഴിലിരിക്കുന്ന ഈ കോമൺ ബിലീവേഴ്സിൻ്റെ വീട്ടിൽ ഗോസിപ്പും ഏഷണിയും ഇതെല്ലാം പറഞ്ഞ് ഈ നല്ല നേതൃത്വത്തിൻ്റെ കീഴിലായിരിക്കുവാനുള്ള ട്രെയിനിങ് ഇവർക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല. സോ വാട്ട് വി സേ ഇൻ അവർ ഹോംസ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ടു അവർ ചിൽഡ്രൻ. നമ്മളുടെ മക്കളോട് നാം പറയുന്ന കാര്യം അത് അവരുടെ മനസ്സിൽ ആഴത്തിൽ പതിയും, ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ്. സോ മക്കളുടെ മുമ്പ് വെച്ച് സഭയിലെ കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മക്കളുടെ മുമ്പാകെ ചെയ്യരുത്. ബിക്കോസ് യുവർ ചിൽഡ്രൻ വിൽ നോട്ട് റെസ്പെക്റ്റ് ദ ചർച്ച്. നിങ്ങളുടെ മക്കൾ അങ്ങനെ അവരെ കേൾക്കുമ്പോൾ സഭയെ ബഹുമാനിക്കത്തില്ല, ആ നേതൃത്വത്തെ ബഹുമാനിക്കത്തില്ല. ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ. അടുത്ത തവണ നമ്മൾ അടുത്ത മാസം കണ്ടുമുട്ടുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കൃപാവരങ്ങൾ, അഡ്മിനിസ്ട്രേഷൻ, ഹെൽപ്പിംഗ് ആൻഡ് സെർവിങ് മുതലായ കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.